എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു 1/2 കപ്പ് ചവ്വരി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളതാണ്. മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടി വയ്ക്കണം. ഒരു 8 മണിക്കൂർ വരെ കുതിർക്കുന്നതിന് കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഞെക്കി നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു പരുവത്തിൽ കിട്ടും. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. ഇവിടെ ബേബി പൊട്ടറ്റോസാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പൊട്ടറ്റോ എടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇതല്ലെങ്കിൽ പുതിയ ഉരുളക്കിഴങ്ങ് എടുക്കാം. സാധാരണ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ശരിക്ക് പൊടിയുന്നില്ലെങ്കിൽ ഇത് കൈകൊണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിയാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയാം. അടുത്തതായിട്ട് ഇതിലേക്ക് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഇതുപോലെ പൊടിയാതെ കിട്ടും. അടുത്തതായി ഇതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇത് ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചതും മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ കൂട്ട് കുറച്ച് ലൂസായിട്ടായിരിക്കും കിട്ടുന്നത്. ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എണ്ണയിലിടുമ്പം ഇത് എണ്ണയിലേക്ക് പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് റവ കൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തൊട്ടതിന് ശേഷം ഷേപ്പ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. വടയെല്ലാം ഇവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വടയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.